സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലി എന്ന് പറയുന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടു. എന്തോ ഒരു തെറ്റ് കോൺഗ്രസ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒന്ന് സംഭവിച്ചു, ഒരു പാതകം സംഭവിച്ചു എന്നുള്ള മട്ടിലാണ് കേട്ടോ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനോളം വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലാൻ യോഗ്യതയുള്ള, അർഹതയുള്ള മറ്റേത് പ്രസ്ഥാനമാണ് ഈ രാജ്യത്തുള്ളതെന്നാണ് എന്റെ ഒരു സംശയം. കാരണം ബംഗാളി എഴുത്തുകാരനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിയിലും സംസ്കൃതത്തിലും അങ്ങനെ ഒരു ഹൈബ്രിഡ് സമ്പ്രദായത്തിൽ ഈ ഒരു കവിത രചിച്ചു കഴിഞ്ഞപ്പോ ഇത് ആദ്യമായി ചൊല്ലപ്പെട്ടത് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്ന സമയത്താണ് അല്ലെ, 1896 ചൊല്ലിയതാര, ആലപിച്ചതാര, സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ. അന്ന് ഇത് ദേശീയ ഗീതമായിട്ടില്ല. 1950 ജനുവരി 24 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള വന്ദേമാതരം ദേശീയ ഗീതമായും അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയിട്ടുള്ള ജനഗണമന ദേശീയ ഗാനമായിട്ടും രാഷ്ട്രം ഔദ്യോഗികമായി സ്വീകരിക്കുന്നതല്ലേ. അപ്പോ ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി സംഘിയായിരുന്നു. ബങ്കിം എന്നുള്ള പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ സംഗീതം തോന്നിയാലും അദ്ദേഹം സംഖ്യയല്ല. സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോറും സംഖ്യയായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വന്ദേമാതരം എന്ന് പറയുന്ന ഒരു കവിത അത് സ്വീകരിച്ചത് നമ്മുടെ ഈ രാഷ്ട്രത്തിൽ എത്രയോ ഭാഷകളുണ്ട്, എത്ര വൈവിധ്യമുള്ള സംസ്കാരം നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇവർക്കെല്ലാവർക്കും ഒറ്റ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു തോന്നിപ്പ് പകരാൻ വേണ്ടി, ആ ഒരു പൗരബുദ്ധി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഒറ്റക്കെട്ടാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആളുകൾ സ്വീകരിച്ചതാണ്. കോൺഗ്രസ്സുകാരൊക്കെ അല്ലേ അതിന്റെ മുൻകൈ എടുത്തത് അത്തരം ആ ഒരു കാലത്തിൽ. അത് അന്ന് BJP ഒന്നും ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഈ ദേശീയ ഗീതത്തെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ദേശീയ ഗീതം എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്നുള്ളതിനോടുള്ള ഒരു വിയോജിപ്പുള്ളവരായിരിക്കും അല്ലെ. ഭാരതീയ പൗരന്മാരെ ഒറ്റക്കെട്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ വന്ദേമാതരം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭാരതത്തിലുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർ വന്ദേമാതരത്തെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. എന്തായാലും കോൺഗ്രസ്സുകാർ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നൊരു വിചാരമാണ് എനിക്കുള്ളത്. പിന്നെ ഇത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കതിനകത്ത് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. കാരണം ഇന്നലെ BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അന്ത്യശാസനം മുസ്ലിം ലീഗിന് നൽകുന്നതായി വാർത്ത പറഞ്ഞു. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത പരന്നു. എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഒരുതരം ആക്ഷേപകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് പോലുള്ള ഒരു പ്രസ്താവനയായി പോയി അത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ നമ്മുടെ ദേശീയ ഗീതത്തിന് അർഹമായിട്ടുള്ള പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഉദ്ദേശം ദേശീയ ഗീതം എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അത് ഭാരതത്തിലുള്ള ജനങ്ങളെ ഒറ്റക്കെട്ടാക്കുക, ഒന്നിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം, ഭിന്നിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആരെങ്കിലും ഭാരതീയ പൗരന്മാരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് അതിനെ ഇത്രത്തോളം അസ്വസ്ഥതയോടുകൂടി കാണേണ്ടതെന്നുള്ളത് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അടിച്ചേൽപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധ ബുദ്ധി മനുഷ്യരിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ദുസ്വാതന്ത്ര്യമായി കൂടി മനുഷ്യർക്ക് അനുഭവിക്കാനുള്ള സാധ്യതയില്ലേ വാസ്തവത്തിൽ? അതുകൊണ്ടുകൂടി അതിനകത്ത് ഒരു പ്രതിഷേധ സ്വരം ഉയർന്നു വരില്ലേ? അപ്പൊ കുറച്ചുകൂടി ബുദ്ധിപൂർവം, കുറച്ചുകൂടി ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് അതിലേക്ക് എത്തിക്കുന്നതല്ലേ നല്ലത്? ഇതൊക്കെ ചർച്ച ചെയ്ത് ആലോചിച്ച് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനകത്ത് കഴിവതും രാഷ്ട്രീയം കാണാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മര്യാദയാണ്. കോൺഗ്രസ് എന്നോ BJP എന്നോ മുസ്ലിം ലീഗ് എന്നോ അങ്ങനെയൊന്നും ഇതിനെ കാണാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ ഇത് അടിച്ചേൽപ്പിക്കുന്നതിനകത്ത് ഒരു അഭംഗിയുണ്ട്. ഇത് ഒരു വെല്ലുവിളിയായിട്ടൊക്കെ ഏറ്റെടുക്കുക, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വന്ദേമാതരം പാടിപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നതിനകത്തും വൃത്തികേടുണ്ട്. അതൊക്കെ ഒരു തരം താണ പണിയാണ്. ആത്യന്തികമായിട്ട് നമ്മുടെ ഈ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ജനിച്ച് വീഴുന്ന മനുഷ്യർക്ക് മരിച്ചു പോകുന്നത് വരെയും അത്യാവശ്യം സ്വാതന്ത്ര്യത്തോടു കൂടിയും സ്വസ്ഥമായും സമാധാനത്തോടെയൊക്കെ കഴിയാൻ വേണ്ടുന്ന ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ ഈ ഒരു രാഷ്ട്ര സങ്കല്പത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. അല്ലെങ്കിൽ രാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ അതിനുവേണ്ടിയാവണല്ലോ, അല്ലാതെ തമ്മിലടിപ്പിക്കാനും വഴക്കുണ്ടാക്കിപ്പിക്കാനും പക വർദ്ധിപ്പിക്കാനും വെല്ലുവിളിക്കാനും ഒന്നുമല്ലല്ലോ. ഇപ്പോൾ വന്ദേമാതരം മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് വെല്ലുവിളി നടത്തി ഭിന്നിപ്പിക്കാൻ നോക്കാതിരിക്കുക. അത് BJP നേതാക്കന്മാർ നോക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിതിനകത്ത് ഒരു നിവൃത്തികേടിൻ്റെ വശവും കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് വന്ദേമാതരം എന്ന് പറയുന്ന ഒന്ന് ചൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ദേമാതരം മുഴുവൻ അറിയില്ല. എത്ര പേർക്ക് അറിയാമായിരിക്കും?
ഈ അഡ്വക്കേറ്റ് സുരേഷിനെ നിരത്തി നിർത്തിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വന്ദേമാതരം ചൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമായിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് പ്രയാസം. ദേശീയ ഗാനം പോലും നമ്മുടെ പാലോട് രവിസാറൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ദേശീയ ഗാനം ചൊല്ലി നശിപ്പിച്ച് നാറാണക്കൽ പിടിപ്പിച്ച് അദ്ദേഹം എന്താ ചൊല്ലിയെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഭാരതാംബ പോലും ചിരിച്ച് മണ്ണ് കപ്പി പോയിട്ടുണ്ട്. ജനഗണ ജനഗണമന നേരെ ചൊല്ലാൻ അറിയാത്ത ആൾക്കാർക്കാണോ ഇനിയിപ്പോൾ ഈ ദേശീയ ഗീതം ചൊല്ലാൻ പറയുന്നത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞ പലത് നിവൃത്തികേട് കൊണ്ട് കൂടിയായിരിക്കും ഈ മനുഷ്യരിത് ചൊല്ലാൻ മടിക്കുന്നത്. അല്ലാതെ ദേശവിരുദ്ധനായതുകൊണ്ടായിരിക്കില്ല, ഇത് അറിയാത്തത് കൊണ്ട് കൂടിയായിരിക്കും. ആ ഒരു വശവും കൂടി നോക്കണം. ഇത് പഠിക്കാനെങ്കിലുള്ള ഒരു സമയം കൊടുക്കണം. പഠിക്കാതെ ഇത് എങ്ങനെ ആലപിക്കാൻ പറ്റും എന്നാണ് ഒരു ചെറിയ കാര്യമൊന്നുമല്ലത്. ഒന്നാമതേ ഇത് ഹൈബ്രിഡ് ഭാഷയിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ബംഗാളിയും സംസ്കൃതവും കൂടി ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ദേശീയ ഗീതം എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ മനുഷ്യർ മുഴുവൻ ഇത് പഠിച്ചെടുക്കുക? എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് സാവകാശം കൊടുക്കണം. അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ, പല വ്യക്തികൾക്കും ഇത് ദേശവിരുദ്ധ പട്ടം കിട്ടിപ്പോവും. കാരണം ദേശീയ ഗീതം ചൊല്ലാൻ വന്ദേമാതരം മുഴുവൻ എനിക്ക് അറിയില്ല. ഇനി അത് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഇപ്പോൾ തന്നെ 7-8 മിനിറ്റായി അല്ലേ? എന്നാലും ഒരു ചെറിയൊരു കാര്യം. ഈ ഓണം കേരളീയോം കാ യഹ് ദേശീയ ത്യോഹാർ ഹേ യഹ് ഹർസാൽ ശ്രാവൺ മഹീനെ മേ ആത്താ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദി ഉപന്യാസം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. കാര്യം ഞാൻ ഈ സുഗമ ഹിന്ദി പരീക്ഷയിലൊക്കെ 50 മാർക്കും മേടിച്ചിട്ടുള്ള ഒരു ചരിത്രമൊക്കെ എനിക്കുണ്ട്. സത്യമാണ്, പൊങ്ങച്ചമല്ല. പക്ഷേ ക്ലാസ് കുറച്ചുകൂടി ഉയർന്നപ്പോൾ, എന്നുവെച്ചാൽ ക്ലാസ് ഉയരുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് ഉയർന്നു എന്നല്ല, ഞാൻ പഠിക്കുന്ന ക്ലാസ് ഉയരുകയും എൻ്റെ പ്രായം മുന്നോട്ട് വരികയും ചെയ്തപ്പോൾ പഠനത്തിൽ നിന്നുള്ള ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലേക്ക്, മറ്റൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞു. പ്രണയിക്കുക എന്ന് പറയുന്നൊരു കാര്യം. ഒരുപാട് പെൺകുട്ടികൾ, ഇവർക്കെല്ലാം വേണ്ടുന്നതായിട്ടുള്ള പ്രണയലേഖനം എഴുതാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തുമാത്രം പ്രണയലേഖനങ്ങൾ എഴുതാൻ വേണ്ടുന്ന പേപ്പറുകൾ, പല നിറങ്ങളുള്ള പേപ്പറുകൾ, ഈ ആനക്കൊമ്പിൻ്റെ നിറമുള്ള, ഇളം നീല നിറമുള്ള, ചെറിയ പിങ്ക് നിറമുള്ള, അങ്ങനെ പല നിറത്തിലുള്ള പേപ്പറുകൾ വാങ്ങി അതിൽ പ്രേമലേഖനങ്ങൾ രചിക്കും. ഈ പേപ്പറിൻ്റെ വലത്തെ മൂലയ്ക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കൊക്കുരുമിയിരിക്കുന്ന പക്ഷികൾ, ഇണക്കുരുവികൾ, ചിത്രശലഭം, പൂക്കൾ, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വെച്ച് ഞാൻ എന്തുമാത്രം പ്രേമലേഖനങ്ങൾ എഴുതി. ഈ സമയത്താണ് ഓണം കേരളീയോം കാ യഹ് ദേശീയ ത്യോഹാർ ഹേ യഹ് ഹർസാൽ ശ്രാവൺ മഹീനെ മേം ആത്താ ഹേ എന്ന് പഠിച്ചുകൊണ്ട് വരാൻ സിസ്റ്റർ ഗ്ലാഡിസ് പറയുന്നത്. എന്നെ കൊണ്ട് പറ്റുമോ? അത് പറ്റാത്തത് ഞാനൊരു ഹിന്ദി വിരോധിയായതുകൊണ്ടല്ല, അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രഥമ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഹിന്ദിയോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ഞാനത് പഠിക്കാത്തത്. പ്രേമലേഖനം എഴുതാൻ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് മറ്റൊരാളുടെ മാതൃഭാഷ അതങ്ങനെ എടുത്ത് നമ്മുടെ സ്വന്തം പോലെ എടുത്ത് പെരുമാറാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലായാലും ഹിന്ദിയുടെ കാര്യത്തിലായാലും ഒക്കെ എനിക്ക് പ്രയാസമാണ്. അപ്പം ഞാൻ മലയാളത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഹിന്ദിയിൽ പ്രയാസമാണ്. ടീച്ചറാണെങ്കിൽ പിടിക്കും. ഈ ഗ്ലാഡിസ് ടീച്ചർ എന്ന് പറയുന്ന കന്യാസ്ത്രീ, സിസ്റ്റർ ഗ്ലാഡിസ്, എന്നോട് എന്തോ ഒരു വല്ലാത്ത വൈരാഗ്യവും വെച്ച് പുലർത്തുന്നുണ്ട്. അതെൻ്റെ ഈ പറയുന്ന പഠനത്തിലുള്ള പ്രത്യേക സവിശേഷമായിട്ടുള്ള താല്പര്യമില്ലായ്മ കാരണമായിരിക്കാം. അവരുടെ വിചാരം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അവരെന്നെ ഒരു യൂദാസോ മറ്റോ ആയിട്ടാണോ കണ്ടത്. കാരണം കർത്താവിനെ ഒറ്റിയത് ഞാനാണെന്നുള്ള മട്ടില്ല. എന്നെ കാണുമ്പോഴൊക്കെ അവരങ്ങനെയാണ്. ഓരോ ചോദ്യം ചോദിക്കും, ഉത്തരം എൻ്റെ കൈവശമില്ലാന്ന് ഉറപ്പുള്ള ചോദ്യങ്ങളെ അവർ ചോദിക്കുള്ളൂ. ഞാൻ ഉത്തരം എനിക്ക് കൊടുക്കാൻ കഴിയാതെ പോകും. എങ്കിൽ അവരെന്നെ യൂദാസ് ആയിട്ടാണ് കാണുന്നത്, കർത്താവിനെ ഒറ്റിയ യൂദാസ്. അതല്ലെങ്കിൽ കർത്താവിനെ കുരിശിലേറ്റിയവൻ. ഉറപ്പായിട്ടും കർത്താവിൻ്റെ കയ്യിലും നെഞ്ചും കൂട്ടിലും ഒക്കെ ആണിയടിച്ച് കർത്താവിൻ്റെ ശിരസിൽ മുൾക്കിരീടമൊക്കെ വെച്ചു കൊടുത്ത ഏതോ ദുഷ്ടനായിട്ടുള്ള ആ ഒരു കാലത്തെ ഒരു മനുഷ്യനായിട്ടായിരിക്കും അവരെന്നെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അമ്മാതിരി ദേഷ്യമായിരുന്നു എൻ്റെ അടുത്ത്. പീഡിപ്പിക്കുക, മാനസികമായിട്ട് പീഡിപ്പിക്കുക. എൻ്റെ കൈവശം ഉത്തരയില്ലാന്ന് കാണുമ്പോൾ എന്നെ പിടിച്ചിട്ട് തല്ലുക. വള്ളിച്ചോറിൽ വെച്ചിട്ട് കൈവെള്ളയ്ക്ക് അകത്തോട്ടുള്ള തല്ലെന്ന് പറഞ്ഞാൽ ചെറിയതാ, മൂത്രം 2-3 തുള്ളി ഇറ്റിപ്പോവും. അമ്മാതിരി വേദനയാണ്. ഇങ്ങനെ നിർബന്ധിച്ച് ഓണം ഉപന്യാസം ചൊല്ലേണ്ടി വരുന്ന ഒരവസ്ഥ. അതുപോലെയല്ലേ പലപ്പോഴും ഈ ജനഗണമന പോലും അറിയാൻ മേലാത്ത പാലോട് രവി സാറിനെ പോലുള്ള ആളുകളോടൊക്കെ തന്നെ ഇനി ഈ പറയുന്ന ദേശീയ ഗീതവും കൂടി ചൊല്ലണം എന്ന് പറയുന്നത്. അതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കാരണം ഓണം കേരളീയോം കാ യഹ് ദേശീയ ത്യോഹാർ ഹേ പറയുന്ന ആ ഉപന്യാസം സമയാസമയത്ത് പഠിക്കാത്തതിന് കിട്ടിയ തല്ല് ചില്ലറയല്ല. എത്ര ക്ലാസ്സുകൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പോവാതെ, ക്ലാസ്സിൽ കയറാതെ.
അതൊരു വല്ലാത്ത ഒരു അനുഭവമുണ്ട് അതിനകത്ത്. അതായത് വഴി നീളം അപ്പിയിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു തെറിവാക്ക് പുറത്തേക്ക് വിടുകയും പിന്നെ 3 കിലോമീറ്റർ ദൂരത്തോളം പച്ച തെറി മാത്രം പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഞാൻ ഹിന്ദി എന്ന് പറയുന്നതല്ല, ഞാൻ ഈ രാഷ്ട്രത്തെ എന്നല്ല, ഓണത്തെ എന്നല്ല, എനിക്ക് സകലതിനോടും വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം ഒരുക്കിയതാണ് ഓണം. കേരളീയവും കൈഹ ദേശീയ ത്യോഹാർ ഹേ യഹ് ഹർ സാൽ ശ്രാവൺ മഹീനേമേം ആതാഹി എന്ന് പറയുന്ന ആ ഉപന്യാസവും സിസ്റ്റർ ഗ്ലാഡീസിൻ്റെ തല്ലും. അതുകൊണ്ട് ഞാൻ ഞാൻ പിന്നെ പറയാം, വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, നിർബന്ധിച്ച് ഇങ്ങനെ ഏൽപ്പിക്കരുത്. ദേശത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ വേണ്ടുന്നതായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വന്ദേമാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം ആവിഷ്കരിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ മത്സരം, നീയോ ഞാനോ എന്നുള്ള ഒരു മട്ടിലേക്ക് കാണാതെ ഇത് നമ്മളുടെ രാഷ്ട്രത്തിന് കെട്ടുറപ്പും ഒരുമയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. എന്താ അതിന് വേണ്ടുന്നതെന്നുള്ള ഒരു അച്ചടക്കവും ഒരു ചിട്ടയും ഒക്കെ എല്ലാത്തിനും വേണ്ട. ഇപ്പോൾ നമ്മുടെ ഈ ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം പുരോഹിതൻ ഈ അടുത്ത ദിവസം ഒരു പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. പുള്ളി പറയുന്നത് ഓണം ആഘോഷിക്കാൻ പാടില്ല, ഓണം നമുക്ക് ചേർന്ന പണിയല്ല, അല്ലെങ്കിൽ അത് അവരുടെ മതകാര്യമാണ്. അയാളത് സത്യസന്ധമായിട്ട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചിട്ടയുണ്ട് ആ മതത്തിന്. അത് നല്ലതോ ചീത്തയോ ഉള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷെ ഒരു ചിട്ടയുണ്ട് എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള ചില പെരുമാറ്റ മര്യാദകൾ പൊതുവായിട്ടുണ്ടാവുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് കുറച്ച് കഷ്ടമാണ്. അതൊരു പ്രതിഷേധ ബുദ്ധി ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് സത്യം. ഇതിപ്പം നമ്മുടെ അഡ്വക്കേറ്റ് സുരേഷിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേമാതരം ഒറ്റ ശ്വാസത്തിൽ ചൊല്ലുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ പഠിച്ചു കാണുമായിരിക്കും അദ്ദേഹം. അതുകൊണ്ടായിരിക്കും അന്ത്യശാസനം മുഴക്കാനുള്ള ധൈര്യമൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന് അത് ചൊല്ലാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. മലയാളം പോലും അദ്ദേഹത്തിന് നേരെ ചൊവ്വേ പറഞ്ഞൊപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഒരു മനുഷ്യൻ ഇനിയിപ്പോൾ ഈ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം അത് ചൊല്ലാൻ കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹം വിരുദ്ധനാണ് എന്നുള്ളത് കൊണ്ടുമല്ല, അല്ലേ? സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു സമയവും സാവകാശവും ഒക്കെ വേണം. ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങനെ കടിപിടി കൂടുന്ന പോലെ ഇതൊരു രാഷ്ട്രീയ കാര്യമായിട്ട് എടുക്കരുത്. നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ പൗരജനതയ്ക്ക് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. നമ്മൾ ദേശീയ ഗാനം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 52 സെക്കൻഡ് നേരം എഴുന്നേറ്റ് അറ്റൻഷനായിട്ട് നിൽക്കുന്നു. അതൊരു മര്യാദയാണ്. അത് പാലിക്കുന്നത് ഒരു കുറവുള്ളൊരു കാര്യമൊന്നുമല്ല. ഒരു കീഴ്വഴക്കം, ഒരു ചിട്ട, നമ്മളെല്ലാവരും ഒറ്റക്കെട്ട് എന്നുള്ളൊരു തോന്നിപ്പ് പകരാൻ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതൊന്നും പ്രത്യേകിച്ച് ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വേണമല്ലോ നമ്മളത് പറയാൻ. ഇതൊരു ദുസ്വാതന്ത്ര്യമാകുന്നൊരവസ്ഥയിലേക്ക്, മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന പോലെ ആവരുത്. പ്രത്യേകിച്ച് രാഷ്ട്രവിരോധികൾ അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. എന്തു പറഞ്ഞാൽ ആണ് ഫാസിസം ആരോപിക്കാൻ പറ്റുക, എന്തു പറഞ്ഞാണ് കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ആലോചനയോടെ നടക്കുന്ന ആളുകളുള്ള നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും പറഞ്ഞതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആസ്ഥാനത്ത് എന്തോ വലിയ അപരാധം നടന്നു എന്നുള്ള മട്ടിൽ നമ്മുടെ മാധ്യമങ്ങൾ ഈ വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലി എന്നുള്ളതിനെ മുൻനിർത്തി വാർത്ത പറയുന്നത് കഷ്ടമാണ്. അതൊരു മര്യാദകേടാണ്, അങ്ങനെ പറയരുത്. അത് വന്ദേമാതരം പൂർണ്ണമായിട്ടും ചൊല്ലാനുള്ള എല്ലാ അവകാശവും യോഗ്യതയുമുള്ള കൂട്ടർ തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു കാരണവശാലും ഈ പറയുന്ന ദേശീയ ഗീതത്തിന് എതിരാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി വരുത്താതിരിക്കാൻ നോക്കുക. പകരം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഗൗരവത്തോടു കൂടി പറയുക. അത് നടപ്പിലാക്കുന്ന രീതിയോട് നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടെങ്കിൽ അതറിയിക്കുക. പരസ്പരം ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒരു തീരുമാനത്തിലെത്തുക. അതൊക്കെയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഞങ്ങൾ പാലോട് രവിസാറിനെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പഠിക്കാനൊരു സമയം കൊടുക്കണ്ടേ? ഇനി എത്ര പേർക്ക് ഇത് പഠിക്കും? എനിക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ്, എനിക്ക് തലയിലൊന്നും നിൽക്കില്ല എന്ന് കരുതിക്കൊണ്ട് എനിക്ക് ദേശവിരുദ്ധതയുണ്ടെന്നാണോ അർത്ഥം? അല്ല. സ്നേഹം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. വന്ദേമാതരം. സ്നേഹം.